മുഖ്യമന്ത്രി ആശുപത്രിയിൽ എത്തിയെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ഏതായാലും ഇപ്പോൾ ICUവിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കാണുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയ മുഖ്യമന്ത്രി ഇപ്പോൾ ICUവിനകത്തേക്ക് ഈ മന്ത്രിയെ കാണുന്നതിന് വേണ്ടി പോയിട്ടുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർത്താൻ തന്നെയാണ് CPIഎമ്മിൻ്റെയും ഒപ്പം തന്നെ DYFI SFI പോലുള്ള സംഘടനകളുടെയും തീരുമാനം. കാരണം ഈ കരിങ്കൊടി പ്രതിഷേധം നടക്കും. കാരണം പല തവണ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് തന്നെ അത്തരത്തിൽ 6ഓളം തവണ പ്രതിഷേധം നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ശാരീരികമായി ഒരു വനിതാ മന്ത്രിയെ ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് CPIഎം ഇപ്പോൾ ഇക്കാര്യത്തിൽ ആരോപിക്കുന്നത്. കാരണം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ തരത്തിൽ മന്ത്രി തിരിച്ചു പോകുന്നതിന് വേണ്ടി കണ്ണൂരിലെ വിവിധ പരിപാടികൾ അവസാനിച്ച് തിരിച്ചു പോകുന്നതിന് വേണ്ടി വന്ദേ ഭാരത് ട്രെയിനിനാണ് തിരിച്ചു പോകേണ്ടിയിരുന്നത്. അതിനായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു. ആ സമയത്ത് പുറത്ത് ആദ്യം BJPയുടെ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തെ പോലീസ് നിയന്ത്രിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ KSUവിൻ്റെ പ്രതിഷേധം ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റ് കൗണ്ടറോട് ചേർന്ന ആ ഭാഗത്ത് വെച്ച് പ്രതിഷേധമുണ്ടാകുന്നു. ആ പ്രതിഷേധത്തിന് ശേഷം അവിടെ ഈ KSU പ്രവർത്തകർ കൂട്ടത്തോടെ മന്ത്രിക്ക് നേരെ പാഞ്ഞെടുത്തതോടുകൂടി പോലീസ് അവിടെ ഒരു സുരക്ഷാ കവചം തീർക്കുകയായിരുന്നു. ആ സുരക്ഷാ കവചം തീർക്കുന്നതിനിടയിലും KSU പ്രവർത്തകർ വീണ്ടും മന്ത്രിക്ക് നേരെ മുന്നോട്ട് പാഞ്ഞെടുക്കാൻ ശ്രമിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പോയപ്പോഴാണ് ഈ നിലയ്ക്ക് മന്ത്രിക്ക് പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. ആദ്യഘട്ടത്തിൽ മന്ത്രിക്ക് ആ നിലയ്ക്ക് ഒരു പരിക്കിൻ്റെ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലായിരുന്നില്ല. ഈ ട്രെയിനിൻ്റെ സമയമായതിനാൽ മന്ത്രി പിന്നീട് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു. മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയതോടുകൂടി മന്ത്രി തനിക്ക് കഴുത്തിന് വേദന അനുഭവപ്പെടുന്നു, കൈക്കും കഴുത്തിനും വേദന അനുഭവപ്പെടുന്നു എന്ന് കൂടെ ഉണ്ടായിരുന്നവരെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്നത്. ഈ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തി ഡോക്ടർമാർ പരിശോധനകൾ നടത്തി എക്സ്റേ ഉൾപ്പെടെയുള്ളവ എടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ICUവിലേക്ക് മന്ത്രിയെ മാറ്റിയിരിക്കുന്നത്. ആ ICUവിലെ മുഖ്യമന്ത്രി ICUവിലേക്കാണ് മന്ത്രിയെ കാണുന്നതിന് വേണ്ടി പോയിരിക്കുന്നത്. ഏതായാലും ഇത് സാധാരണ നിലയിലുള്ള ഒരു പ്രതിഷേധം എന്ന നിലയിൽ കാണാനാവില്ല എന്ന നിലപാടാണ് CPIഎമ്മും ഒപ്പം തന്നെ DYFI ഉൾപ്പെടെയുള്ള സംഘടനകളും പറയുന്നത്. ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർത്താൻ തന്നെയാണ് തീരുമാനം. ഇന്നിപ്പോൾ ഈ സമയത്ത് തന്നെ SFIയും DYFIയും എല്ലാം തന്നെ കണ്ണൂർ നഗരത്തിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. അല്പസമയത്തേക്കും ആ പ്രതിഷേധ പ്രകടനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. CPIഎമ്മും ആ നിലയ്ക്ക് ഈ മന്ത്രിക്ക് നേരെ, അതും ഒരു വനിതാ മന്ത്രിയെ ശാരീരികമായി കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് മാറിയ ഈ പ്രതിഷേധത്തെ വലിയ രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് CPIഎമ്മിൻ്റെ തീരുമാനം. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് CPIഎം പോകുന്നു. CPIഎമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പറയുന്നതും അത് തന്നെയാണ്. ഇത്തരം കാര്യങ്ങളെ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നുള്ളതാണ്. ആ നിലയ്ക്കുള്ള പ്രതിഷേധവും പ്രതിരോധവും തീർക്കാൻ തന്നെയാണ് CPIഎമ്മിൻ്റെ തീരുമാനം. ഏതായാലും മന്ത്രി വീണ ജോർജ് ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ICUവിൽ ചികിത്സയിലാണുള്ളത്. മന്ത്രിയെ കാണുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലെ വിവിധ പരിപാടികളിൽ നിന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പരിപാടികൾക്ക് ഇടയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ മന്ത്രിയെ കാണുന്നതിന് വേണ്ടി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം ICUവിലേക്ക് പോയിട്ടുണ്ട്.